ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ ഈ മുരിങ്ങയില വെച്ച് ഒരു തോരൻ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. വെറുതെ തോരൻ വെച്ച കുട്ടികൾക്ക് അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ഇതിൽ കോഴിമുട്ട ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. മുരിങ്ങയില മുട്ടത്തോരൻ തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഇത്രയും മുരിങ്ങയില നന്നാക്കി വെച്ചിട്ടുണ്ട്. മുരിങ്ങയില നന്നാക്കി കഴുകി വെച്ചതാണിത്. പിന്നെ നാളികേരം ചിരകിയത് വേണം, കുറച്ച് ചുവന്നുള്ളി, കുറച്ച് വെളുത്തുള്ളി, പിന്നെ ഒരു മുട്ട. നമ്മൾ എത്ര മുരിങ്ങയില ഉണ്ടെങ്കിലും ഒരു മുട്ട മാത്രം ആവശ്യമുള്ളൂ. പിന്നെ 2 സ്പൂൺ കുത്തുമുളക്, അതായത് നമ്മുടെ ചില്ലി ഫ്ലേക്സ്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇത്രയാണ് ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്. ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെക്കാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഉള്ളിയൊക്കെ ഒരു ഗോൾഡൻ കളർ ആയി കഴിഞ്ഞാൽ നമുക്ക് ചതച്ചു വെച്ച മുളക് പൊടി ഇട്ട് ഒന്നുകൂടെ മൂപ്പിച്ചെടുക്കാം. ഇപ്പം മുളകും ഉള്ളിയും ഒക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നാളികേരം ചേർത്ത് ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കഴുകി വെച്ച മുരിങ്ങയില ചേർത്ത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നമുക്ക് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് വേവിക്കാം. ഇപ്പോൾ മുരിങ്ങയില നന്നായി വെന്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് നമുക്കിതിൽ ഒരു മുട്ട ഉടച്ച് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ മുരിങ്ങയില മുട്ടത്തോരൻ ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്, അതുപോലെ തന്നെ ഇത് വളരെ ഹെൽത്തിയാണ്. അത് ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാലോ. ഇത് കഞ്ഞിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാൻ ബെസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് വരാം. ബൈ.